ഈ ജെൻസി പിള്ളേരെ അങ്ങനെ എഴുതി തള്ളരുത് കേട്ടോ. വീട്ടിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, അവർ കത്തിക്കൊണ്ടിരിക്കുന്ന പടക്കങ്ങളാകും ചില സ്ഥലങ്ങളിൽ. നേപ്പാളിൽ നമ്മൾ കണ്ടു. നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭം ഒടുവിൽ അധികാരത്തിൻ്റെ മാറ്റത്തിലേക്ക് വന്നു. വലിയ കലാപമുണ്ടായി. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ പ്രക്ഷോഭമാണ് നേപ്പാളിൽ നമ്മൾ കണ്ടത്. അന്ന് നേപ്പാളിൽ കണ്ടതിന് സമാനമായി ജെൻസി പ്രക്ഷോഭം ഇപ്പോൾ മഡഗാസ്കറിലും. മഡഗാസ്കർ എന്ന് പറയുന്നത് ഒരു ചെറിയ ഐലൻഡാണ്, പ്രേക്ഷകർക്കറിയാം. ഏഷ്യയിലുള്ള നമ്മുടെ ഈ തീരത്തുള്ള ഈ മഡഗാസ്കർ, അവിടെ അമേരിക്കയ്ക്കൊക്കെ വലിയ സ്വാധീനം, അമേരിക്കയുടെയൊക്കെ സ്വാധീനം ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഈ മഡഗാസ്കറിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ തുടർന്ന് പ്രസിഡന്റ് രാജ്യം വിട്ട് ഓടിയിട്ടുണ്ട്. മഡഗാസ്കറിൽ പാർലമെന്റ് പിരിച്ചുവിട്ടതോടെ ഭരണം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ധാരണയിലെത്തിയ ശേഷമാണ് പ്രസിഡന്റ് ആൻഡ്രി രജോലിന രാജ്യം വിട്ടത്. 2 ആഴ്ചയായി തുടരുന്ന പ്രക്ഷോഭത്തിൽ 22 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അപർണയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അപർണ, ഫ്രാൻസിൻ്റെ, അമേരിക്കയല്ല, ഞാൻ നേരത്തെ അമേരിക്ക എന്ന് പറഞ്ഞു, ഫ്രാൻസിൻ്റെ ഒരു മേധാവിത്വമുള്ളൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ മഡഗാസ്കറിൽ ജെൻസി പ്രക്ഷോഭം എന്നാണ് നമ്മൾ കേൾക്കുന്നത്. നേപ്പാളിലേതുപോലെ തീവ്രമാണോ ജെൻസി ചെറുപ്പക്കാർ? അരുൺകുമാർ, കൃത്യമായിട്ട് പറഞ്ഞാൽ നേപ്പാളിനേതിനേക്കാൾ കൂടുതൽ സങ്കീർണമായ തരത്തിലാണ് ഇവിടെ ജെൻസി കുട്ടികൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. വലിയ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി സമാനതകളില്ലാത്ത പ്രക്ഷോഭമാണ് മഡഗാസ്കറിൽ അരങ്ങേറുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ രാജ്യം വിട്ടുപോകേണ്ട അവസ്ഥയിലേക്ക് അവിടുത്തെ ഭരണ നേതാക്കൾ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ആൻഡ്രി രജോലിന നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. കാരണം ഈ പ്രക്ഷോഭക്കാർ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. മാത്രമല്ല, തെരുവുകളിലെല്ലാം യുദ്ധസമാനമായ സാഹചര്യമാണ്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് സൈന്യമാണ്. അടിസ്ഥാന ആവശ്യങ്ങളില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. വൈദ്യുതിയില്ല. പല സ്ഥലങ്ങളിലും മാസങ്ങളായി വൈദ്യുതി നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഫ്രഞ്ചിൻ്റെ ഉടമസ്ഥതയിലുള്ളത്, ഫ്രഞ്ചിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ചെറിയ ദ്വീപ സമൂഹത്തിൽ പെടുന്ന ഒരു ദ്വീപാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റിനെയാണ്. ഇമ്മാനുവൽ മാക്രോൺ ഈ കാര്യത്തിൽ ഒരു നയപരമായ ഒരു ഇടപെടൽ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും എവിടെയും എത്തിയിട്ടില്ല. അത് ഉടനെ ഒന്നും അത് അനുകൂലമായ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമില്ല. കാരണം ജെൻസി പ്രക്ഷോഭം ആ രീതിയിലാണ് അവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ചെറിയ മേഖലകളിൽ മാത്രമാണ്, പാർലമെന്റിന് സമീപത്ത് മാത്രമാണ് പ്രതിഷേധം തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അത് ദ്വീപിൽ ഒട്ടാകെ അത് വ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സമവായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് എവിടേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 22 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന് തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അപർണ. അപർണ പറഞ്ഞതുപോലെ നേപ്പാളിനേക്കാൾ കുറച്ചുകൂടി കുഴപ്പക്കാരായിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു ഇപ്പോൾ മഡഗാസ്കറിൽ നടക്കുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. ഈ ജെൻസി പിള്ളേരുണ്ടല്ലോ, അവരെന്താ ചിന്തിക്കുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് എന്നും പഴയ കാലത്തെ 1980s രക്ഷിതാക്കൾക്കൊന്നും വലിയ പിടിയില്ലാതായി മാറുന്നുണ്ട്.